അൽബോസ് ഇന്നിപ്പോൾ പാലക്കാട്ടെ സാഹചര്യത്തിലേക്ക് വന്നാൽ നാളെ ചേലക്കരയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേലക്കരയും അതുപോലെ തന്നെ വയനാടും പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നു. പാലക്കാട്ട് ഇന്ന് BJP സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ചോദ്യങ്ങൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് 4 കോടി ധർമ്മരാജനിൽ നിന്നും കള്ളപ്പണം, കുഴൽപ്പണം ഷാഫി പറമ്പിൽ കൈപ്പറ്റിയെന്ന ഗുരുതര ആരോപണം BJP അധ്യക്ഷൻ നടത്തിയിട്ടും അതേക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാതെ അതിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാത്ത ഷാഫി പറമ്പിലിനെ കുറിച്ച് BJP സ്ഥാനാർത്ഥി പറഞ്ഞത് ആർജവമുണ്ടെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകൂ എന്നാണ് ഷാഫി പറമ്പിലിനെ വെല്ലുവിളിച്ചത്. ഈ കള്ളപ്പണം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയാകുന്നതിൻ്റെ ഒരു പൊതു സാഹചര്യം അനിൽ ബോസ് കാണുന്നുണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ ചേലക്കരയിലാണ് BDJS മണ്ഡലം ഭാരവാഹി കള്ളപ്പണവുമായി പിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊതു അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പിലെ വലിയ ചർച്ചയാകുന്നുണ്ട്. അതിൽ കോൺഗ്രസ് ഈ പറഞ്ഞ വിധത്തിലൊക്കെ ആരോപണ വിധേയമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് BJP സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ ഈ ചോദ്യം, ഷാഫി പറമ്പിൽ ആർജവമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന്. കേരളം ഭരിക്കുന്നത് CPM ആണ്. ഷാഫി പറമ്പിൽ നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് അല്ല കേരളം ഭരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് BJP ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ച് കള്ളപ്പണം ഏറ്റുവാങ്ങിയ ഷാഫിക്കെതിരെ ഒരു കേസ് അങ്ങെടുക്കും. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ കേസെടുക്കുക. അതാണ് എനിക്ക് അതിനുള്ള മറുപടി. അതിനപ്പുറം മറ്റൊരു മറുപടിയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ 41 കോടി 40 ലക്ഷം രൂപ കടത്തിക്കൊണ്ടുവന്ന BJPയുടെ അതിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട K സുരേന്ദ്രനെ ഇപ്പോഴും സാക്ഷിയാക്കി വച്ചിരിക്കുന്ന ആളുകളാണ് കേരളം ഭരിക്കുന്നത്. മറന്നുപോകരുത്. കേരളത്തിലെ DGP കേരള ഹൈക്കോടതിയിൽ പുനരന്വേഷണത്തിന് റിപ്പോർട്ട് കൊടുത്ത് എഴുതി കൊടുത്തേച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് കഴിഞ്ഞ 3 വർഷക്കാലമായി ആ കേസ് മുക്കിയ ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് ശരത്തെ. അപ്പോൾ അതുകൊണ്ട് കുഴൽപ്പണവും കള്ളപ്പണമൊക്കെ നിങ്ങൾ ഇഷ്ടാനിഷ്ടം ഉപയോഗിച്ചോ, അതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചോ. ആരോപണമായിട്ടോ അന്വേഷണമായിട്ടോ നടപടിയായിട്ടോ ഒത്തുതീർപ്പായിട്ടോ വീതം പറ്റിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചോ. പാലക്കാട്ടാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും ജനങ്ങൾ വിധി എഴുതുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തെറ്റായ നയങ്ങൾക്കും സമീപനങ്ങൾക്കും ഒപ്പം വൻ കൊള്ളകൾക്കും എതിരായിട്ട് തന്നെയായിരിക്കും വിധി എഴുതുന്നത്. ജനകീയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാതിരിക്കാൻ 2 കൂട്ടരും ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അത് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ മണ്ഡലങ്ങളിലെ ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആളുകൾക്കല്ലാതെ തന്നെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ കർഷകരുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പെൻഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, അതിരൂക്ഷമായ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള. സപ്ലൈകോയിൽ സാധനമില്ലാത്തതിനെ സംബന്ധിച്ച് ഒരുപാട് ബഹുമുഖ വിഷയങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അധികാരം ഇരിക്കുന്നു. കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്. 1-2 വർഷമല്ല, 8 വർഷമായി ഞങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷത്താണ്. ഇന്ത്യയിൽ 10 വർഷമായി പ്രതിപക്ഷത്താണ്. ഞങ്ങൾ തന്നെ ഇത് അന്വേഷിക്കുകയും കൂടി ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് 2 കൂട്ടരും കൂടി, അനിയൻ ബാവയും ചേട്ടൻ ബാവയും കൂടി ഇതങ്ങ് അന്വേഷിച്ച് നടപടി അങ്ങോട്ട് സ്വീകരിക്കും. ഷാഫി പറമ്പിലോ രമ്യ ഹരിദാസോ ഇനി രാഹുൽ മാങ്കൂട്ടമോ ഇനി പ്രിയങ്ക ഗാന്ധിയോ ഏതെങ്കിലും കള്ളപ്പണമോ കുഴൽപ്പണമോ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള നിങ്ങൾ 2 കൂട്ടരും കൂടെ, ഇപ്പോൾ ചേട്ടനും അനിയനും അല്ലേ, 2 കൂട്ടരും കൂടെ അങ്ങ് കേസെടുത്തു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയല്ലേ, 2 പേരും ഒറ്റക്കെട്ടല്ലേ. പണ്ടൊക്കെ CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, അല്ലെങ്കിൽ CPMൻ്റെ താത്വികാചാര്യന്മാർ പറയുന്ന, സാംസ്കാരിക പ്രവർത്തകർ പറയുന്നതൊക്കെ കേട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. ഇപ്പോൾ കുഴൽപ്പണ കേസിൽ നിങ്ങൾ കേൾക്കുന്നത് K സുരേന്ദ്രനെയാണ്. കാരണം 41 കോടി കട്ട് അതിൽ പ്രതിയാകേണ്ട ഒരാളെ പ്രതിയാക്കാതെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ അയാൾ പറയുന്നത് വേദവാക്ക് എടുത്ത് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ പോകുന്ന നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല സഹോദര. ഒരു കാര്യവും പറയാനില്ല. എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും ഒരു തർക്കവും ഇല്ല. വളരെ കൃത്യമായി 100% ബോധ്യത്തോടുകൂടി വരുമ്പോൾ നിങ്ങൾ അത് ആ നിലയിൽ നിങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി പറയട്ടെ. ഞാൻ ചോദിച്ചതിൽ ഇന്ന് BJP തുടർച്ചയായി പറഞ്ഞത് ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അത് സർക്കാരല്ല ചെയ്യേണ്ടത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഒറ്റ സെക്കൻഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ശരത്തെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ചേലക്കരയിലും പാലക്കാടും വയനാട്ടിലും നല്ല ഭൂരിപക്ഷത്തിൽ
100% ആത്മവിശ്വാസത്തോടെ ശരി. ഉത്തരവാദിത്തത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിച്ചിരിക്കും.